Say hi. 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 Thank you. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളിതാ ഇന്ന് നിൽക്കുന്നത് എവിടെ എവിടെ ഷാർജ ഫെസ്റ്റിവൽ ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചറിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഇവിടുത്തെ എന്തൊക്കെ പരിപാടി നമുക്ക് കാണാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ആയാലും ഫുൾ ഒരു ആഫ്രിക്കൻ തീമാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആകുമ്പം അവരുടെ തീം തന്നെയല്ലേ വേണ്ട. ആദ്യമേ നമ്മളിതാ നേരെ എൻട്രൻസിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. പിന്നെ അവരുടേതായ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കയറി കാണാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യമേ ഇവിടെ ഒരു ക്യാമറ സെക്ഷൻ ഉണ്ട്. അവിടെ ഡെയിലി എന്തൊക്കെയോ ഷോകളൊക്കെ നടക്കാറുണ്ട്, ജസ്റ്റ് ചിറ്റ് കേട്ടോ. അപ്പം ആദ്യത്തെ സ്റ്റോൾ എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിംഗ് അല്ല, ഇതെന്താ മറ്റേ എനിക്കൊന്നും സാൻഡ് ആർട്ട് ഇല്ലേ അതുമാതിരിയുള്ള കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അത് ആരൊക്കെയാന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ല, എല്ലാം അവരുടേതായ തീമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ നിൽക്കുന്നതും ഒരു യൂട്യൂബറായിരുന്നു. അപ്പം ആളുടെ വീഡിയോയിൽ ജസ്റ്റ് പറയുന്നത് എനിക്ക് മനസ്സിലായി. മീൻസ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. അടുത്ത സ്റ്റോൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രസ്സ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഈ ഒരു ബ്ലേസേഴ്സിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിൽ കിടന്ന് അതിന് തന്നെ 1000 ദിർഹമായിരുന്നു കേട്ടോ. അത്രയൊക്കെ റേറ്റ് കൊടുത്ത് വാങ്ങുമെന്ന് എനിക്കറിയില്ല, അവരൊക്കെ വാങ്ങുമായിരിക്കും. പിന്നെ കുറേ ഇങ്ങനത്തെ കുറേ നമ്മുടെ നെക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി. ഒന്നിന് 300 ദിർഹമായിരുന്നു. പിന്നെ ഒന്നിൻ്റെ റേറ്റ് ഒന്നും നോക്കാറില്ല, പിന്നെ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ നിർത്തി ഞാൻ എൻ്റെ സുന്ദരിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫോട്ടോ സെക്ഷനുള്ള ഏരിയ ഒന്നും അല്ല, ഫുഡിങ് സ്പോട്ടാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഓരോന്നായിട്ട് കാണാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ നിന്നില്ല കേട്ടോ. കാര്യം എനിക്കെന്നല്ല, നമുക്ക് പൊതുവേ നമുക്കങ്ങനെ താല്പര്യം വരില്ലല്ലോ. അപ്പോൾ അവരുടേതായ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വീഡിയോ എടുത്താലും ദേ ഈ പാവടക്കരികൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ ജസ്റ്റ് അവരിങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലാസ്റ്റിൻ്റെ വീഡിയോയിൽ എപ്പോഴും വന്നൊരു ഹായ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി. നമ്മുടെ ഈ ഡ്രസ്സിനകത്തൊക്കെ ഈ ഒരു ഫ്രണ്ടിൽ ആ ഒരു ത്രെഡ് വർക്ക് ചെയ്യില്ലേ, അത് അവർ ചെയ്യുന്നതാണ് കേട്ടോ. അത് അവർ ചെയ്ത ആ ഒരു ഡ്രസ്സൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് അവരിങ്ങനെ ചെയ്യുന്ന ഒരു രീതിയൊക്കെ കേട്ടോ. പിന്നീട് നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വർക്ക്ഷോപ്പ് ഹബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. അവിടെ എന്താ അവർ കുറേ സ്റ്റുഡിയോയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയാണ്. അതിനകത്ത് ഒന്ന് രണ്ട് പേരിൽ എന്തോ ഡിസ്കഷനും കാര്യമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് കണക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്താ സംഭവം. അപ്പോൾ പറഞ്ഞു ഇഷ്ടമുള്ളവർക്ക് വന്ന് മൈക്കുമായിട്ട് സ്റ്റോറിയോ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ വീണ്ടും ഒരു ഫുഡിങ്ങിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവരുടേതായ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ബുക്ക് സ്റ്റോളായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഭാഷയിലുള്ള കുറേ ബുക്കുകളും നോവലൊക്കെയാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ കണ്ടുവിടാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഇതിപ്പം ലിറ്ററേച്ചർ ആഫ്രിക്കൻ ഫെസ്റ്റിവൽ. അപ്പോൾ അതിൻ്റേതായ അവരുടെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സ്റ്റോളിൽ നിറയെ അങ്ങനെ ബുക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റോളെന്ന് വെച്ചാൽ നമ്മുടെ തനി നാടനായിട്ടുള്ള മറ്റേ ആ കുട്ട, വട്ടി അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അത് അവരിങ്ങനെ കൈവച്ച് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ അമ്മ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ എന്തോ ഒരു ഗെയിമാണ്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ചോദിക്കാനും നിന്നില്ല. ഇവരുടെ മെയിൻ കുഴപ്പമൊന്നും എന്താണെന്ന് വെച്ചാൽ മിക്കവർക്കും ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. അപ്പം നമ്മൾ പറഞ്ഞ് എങ്ങനെ ഒപ്പിക്കണമെന്ന് വെച്ചാലും അത് റെഡി ആവില്ല കേട്ടോ. അപ്പോൾ ആ സ്റ്റോളിലുള്ളത് നല്ല വുഡൻ്റെ കുറേ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അടിപൊളി പെയിൻറ്റിങ്സ് ആയിരുന്നു. എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തടിയിൽ ചെയ്ത ഒരു പെയിൻറ്റിങ്സ്, ഒരു കൊത്തുപണിയില്ലേ അത് ചെയ്തിട്ട് അതിൽ ഓയിൽ പെയിൻറ്റ് ചെയ്യുക കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ. പിന്നെ തൊട്ടടുത്തായിട്ട് എന്തോ സ്പൈസസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആ ഒരു ലാസ്റ്റ് എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ.
അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പം നല്ലൊരു സോങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ സൈനിങ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ആരെയും കണ്ടില്ല. പിന്നെ എന്താക്കി നേരെ നടന്നു അടുത്ത സൈഡിലോട്ട് വരാമെന്ന് വെച്ചു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ്റെ ഒക്കെ ഒരു ഇതിലേക്ക് ഇങ്ങനെ കാണാൻ വരുന്നത്. നോർമലി നമ്മൾ മറ്റേ എക്സ്പോയിലായാലും ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുമ്പോഴും ഓരോന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്കൊരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ കിഡ്സിൻ്റെ ഒക്കെ കുറേ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വരുമ്പോഴെല്ലാം ഇങ്ങനത്തെ ഉള്ള ഓരോ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ബുക്സ് ആയാലും എന്താ ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് മെയിനായിട്ട് ഞാൻ കണ്ടത്. നമ്മൾ ഓരോ സ്റ്റോളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അവർ നമ്മളെ വെൽക്കം ചെയ്യും. അത് പിന്നെ അങ്ങനെ വേണമല്ലോ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇറങ്ങി. ഇവിടുത്തെ ഈ ആർച്ചിലൊക്കെ നല്ല അവരുടേതായ ഓരോ ഒരു എന്താ പറയുക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഓരോ സെക്ഷനും ഇപ്പോഴത്തെ ഈ ഒരു സൈഡ് ഫുള്ള് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാനേ തോന്നിയിട്ടില്ലായിരുന്നു. നമ്മൾ അങ്ങനെ പറയുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നും അങ്ങനെ പിടിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് 6 മണിക്കായിരുന്നു ഓപ്പണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വന്നിരുന്ന് കാണണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഫ്രിക്കൻസ് അല്ല പറഞ്ഞത്, അവിടെ നല്ല മലയാളി ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരാട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെതാ ഇത് ഒരു ഫോട്ടോ ഫ്രെയിം ആണെന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ഇതെന്തോ ഡോറ് കാര്യങ്ങൾ അങ്ങനത്തേക്കുള്ള നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കയറിയത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പല സെക്ഷനായിട്ട് ഇങ്ങനെ ഡോർസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ അവർ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇറങ്ങിപ്പോയി മോളെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തതേ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഒരു വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ സ്റ്റാർട്ടിങ് അവർ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഡോറിനും ഓരോ എന്താ ഓരോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല ഈ ഒരു ഡോറിന് അവർ ഗുജറാത്തി സ്റ്റൈൽ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. അത് ഫുള്ള് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അതിന് ഓരോന്നിനും എന്താ നമ്മളിപ്പം മണിച്ചിത്രത്താഴ് പോട്ട് അങ്ങനെയൊക്കെ പറയില്ലേ അതേമാതിരിയൊക്കെയാന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ജസ്റ്റ് കുറച്ച് നേരം അതൊക്കെ നിന്ന് വായിച്ചു നോക്കി. പിന്നെ ഞാനും എൻ്റെ കാന്താരിക്കുട്ടിയും കൂടി അവിടെ കിടന്ന് ഓടിക്കളിക്കും ബഹളമൊക്കെ ആയിട്ട്. അവൾ ഒരു സ്പേസ് കിട്ടിയപ്പോഴത്തേക്ക് നല്ല ഓട്ടവും ബഹളമായിരുന്നു കേട്ടോ. പിന്നെ പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തനിച്ച് പോയി നിൽക്കും കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ എൻ്റെ കുട്ടീനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേറെ കാര്യം ഞാൻ ബാക്കിൽ നിന്ന് ഓരോ പോസ് കാണിച്ചെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരാളെ കണ്ടത് കേട്ടോ. ഇത് അവരുടെയൊക്കെ ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഗസ്റ്റുകളാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ അവിടെ സംഭവങ്ങളെല്ലാം നമുക്ക് വന്നിരുന്ന് ഇങ്ങനെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ കുക്കറി ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന ടൈമിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ അടുത്ത് ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിലെങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ടേസ്റ്റ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം അത് നമുക്കങ്ങനെ താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ബാക്കിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. So for now, I cannot mix it up. I want to get at least 2-3 minutes just to make the flavor mix each other. So just I put. അങ്ങനെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം കേട്ട് അത്യാവശ്യം എനിക്കൊന്ന് സ്പൈസസ് നമ്മുടെ കുരുമുളക് പൊടി അങ്ങനെ എന്തൊക്കെ കുറച്ച് സ്പൈസസ് അവർ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കില്ലല്ലോ. അതുകൊണ്ട് നേരെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ആയിയൊക്കെ തന്നിട്ട് ഞങ്ങളിത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുൾ പ്രോഗ്രാമും കണ്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവരുടെ ഒരുപാട് കൾച്ചേഴ്സും കാര്യങ്ങളും ഡ്രസ്സ് കുറേ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ കാണും, ഡാൻസ് കാര്യങ്ങൾ. അതുവരെ നിൽക്കുമെന്നുള്ള അറിയില്ല. കരിന്തി ഒരാൾ പിണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പായി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ കാണാം. ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാ